അങ്ങനെ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. ഞാനിപ്പോൾ നടന്നു പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു ദിവസത്തിലേക്കാണ്. എൻ്റെ കയ്യിൽ പുതിയൊരു ലോകം പിറന്നു. ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഇവിടെ നിന്നാൽ നമ്മൾ ടെൻഷൻ അടിച്ചില്ലാണ്ടാവും. ജീവിതത്തിൽ ഇതേപോലെ ടെൻഷൻ അടിച്ചൊരു സ്ഥലമോ സന്ദർഭമോ ഇല്ല. ഒരുപാട് മുഖങ്ങൾ, പ്രതീക്ഷകളും ആകാംക്ഷയും കാത്തിരിപ്പുമായി ഉമ്മൂമ്മമാരും ഉപ്പൂപ്പന്മാരും കൊച്ചുമക്കളെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആമയ്ക്ക് പെൺകുട്ടിയാണ് ആൺകുട്ടിയാണ് ഏതായാലും കുഴപ്പമില്ലേ? എന്നാലും അത് വീഡിയോയിലാട്ടോ, ഏതായാലും കുഴപ്പമില്ല. അങ്ങനെ പുള്ളിക്കാരത്തി ലേബർ റൂമിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കാട്ടോ. ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ടെൻഷനൊന്നും ഇല്ല, ആള് വളരെ കൂളായിട്ടാണ് നിൽക്കുന്നത്. പ്രസവ വേദനയെല്ലാം മറന്ന് കിൻഡർ ജോയുടെ ഗിഫ്റ്റ് ഉണ്ടാക്കുകയാണ് ഗൈസ്. അങ്ങനെ പുള്ളിക്കാരത്തിനെ ഹാപ്പി ആയിട്ട് ലേബർ റൂമിലോട്ട് പറഞ്ഞയച്ചിട്ടോ. ഇനി നമുക്ക് കുറച്ച് ബാക്കിലോട്ട് വരാം. ഒരു 8 months ആയപ്പോൾ തന്നെ ഞാൻ നാട്ടിലോട്ട് ഒരു സർപ്രൈസ് വിസിറ്റ് ആയിട്ട് എത്തിയിട്ടോ. അതൊരു വൈറൽ വീഡിയോ ആയിരുന്നു. മാനസികമായും ശാരീരികമായും ഏറ്റവും വിഷമം അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ നമ്മളുടെ പ്രസൻസ് കൂടി ഉണ്ടാവുമ്പോണ്ടല്ലോ, അവർക്ക് പിന്നെ വേറൊന്നും ചിന്തിക്കാനില്ല കേട്ടോ. ആ ഒരു 8 മാസം തൊട്ട് ലേബർ റൂമിൽ കയറുന്നതിന് മുന്നേ വരെ പുള്ളിക്കാരത്തിനെ ഹാപ്പി ആയിട്ട് നല്ല തമാശ പറഞ്ഞ് ചിരിപ്പിച്ചിട്ടാണ് വിട്ടത്. ഒരുപാട് പേര് ഞങ്ങളെ വിഷ് ചെയ്തിട്ടോ വീഡിയോയിലൂടെ. എല്ലാവർക്കും ഒരുപാട് നന്ദി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്. അങ്ങനെ അവസാനം ആ നിമിഷത്തിലേക്ക് അതെ, എൻ്റെ കൈകളിലേക്ക് പുതിയൊരു ലോകം പിറന്നിരിക്കുന്നു. എൻ്റെ മകളാണ് ദിമ ഫാത്തിമ. എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പ്രകാശമാണ് ഈ കുഞ്ഞുമോളുടെ വരവ്.